നമസ്കാരം. ദേവി മെഡിക്കൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു അരിഷ്ടമാണ്. ഈ പ്രൊഡക്റ്റിന്റെ പേര് ബലാരിഷ്ടം എന്നാണ്. ബലാരിഷ്ടം എന്ന് പറയുമ്പോൾ എല്ലാവരും ബലം വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അരിഷ്ടമായിട്ട് വിചാരിക്കേണ്ട. ഇത് പുരുഷന്മാർക്ക് ഉദ്ധാരണ ശേഷിക്ക് കൂട്ടാൻ വേണ്ടി ആയുർവേദത്തിൽ ഇറക്കിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ബലാരിഷ്ടം. ഇത് പല കമ്പനികൾക്കുണ്ട്. കേരള ആയുർവേദ, നാഗാർജുന, അഷ്ടവൈദ്യ, വൈദ്യരത്നം, അങ്ങനെ എല്ലാ കമ്പനികൾക്കുമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ബലാരിഷ്ടം. ബലാരിഷ്ടം നല്ല കമ്പനിയുടെ തന്നെ നോക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. പുരുഷന്മാർക്ക് അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഉദ്ധാരണശേഷി കുറവ്, ശീഘ്രസ്ഖലനം, സ്വപ്നസ്ഖലനം, പെട്ടെന്ന് പോവുക, ഈ പറഞ്ഞ പോലെ രാത്രിയാകുമ്പോൾ പോവുക, പിന്നെ അധികം ടൈം നീണ്ടു നിൽക്കാതിരിക്കുക, അങ്ങനെയുള്ള ഇറക്ഷൻ സംഭവിക്കാതിരിക്കുക, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ആയുർവേദത്തിലെ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ബലാരിഷ്ടം. ഞാൻ ഒരു കമ്പനി സജസ്റ്റ് ചെയ്യുന്നില്ല, എന്നാലും നല്ല കമ്പനികൾ നോക്കി വാങ്ങിക്കുക. കേരള ആയുർവേദ, നാഗാർജുന, അല്ലെങ്കിൽ ഡാബർ ആകുമ്പോൾ അതിന്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ആയിരിക്കും. അഷ്ടവൈദ്യ, അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ് ഇതിനുണ്ട്. ഇതിന്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മരുന്നുകളിൽ എന്റെ മെഡിക്കൽ ഷോപ്പിൽ തന്നെ ഒരുപാട് പേര് ഇംഗ്ലീഷ് മരുന്നിന് വരുന്നുണ്ട്. പക്ഷെ അതൊരു ഇൻസ്റ്റന്റ് റിലീഫാണ്. അതായത് അരമണിക്കൂർ മുമ്പ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു മണിക്കൂർ ടൈം കിട്ടുക എന്നുള്ളതാണ് അതിന്റെ ഒരു എഫക്റ്റ്. അത് പക്ഷെ ദീർഘകാലം ഒരിക്കലും നിലനിൽക്കില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആദ്യം 25 കഴിക്കണം, ഒരു 50 കഴിക്കേണ്ടി വരും, പിന്നെ അത് 100 ആക്കേണ്ടി വരും, പിന്നെ അത് 100ന്റെ 2 ഗുളികയൊക്കെ കഴിക്കേണ്ട അവസ്ഥ വരും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനും പിന്നെ അത് പ്രഷർ ബൂസ്റ്റപ്പ് ചെയ്യാനൊക്കെ വളരെ സൈഡ് എഫക്റ്റ് ഉള്ള ഒരു മരുന്നാണ് ഈ പറഞ്ഞ സിൽഡർനാഫിൽ, മാൻഫോഴ്സ്, അങ്ങനെയുള്ള കോമ്പിനേഷനുള്ള ഇംഗ്ലീഷ് മരുന്നുകൾ. അത് പ്രിസ്ക്രിപ്ഷനോടുകൂടി കൊടുക്കാവുന്നതിലും പല മെഡിക്കൽ ഷോപ്പുകളിലും അത് കൊടുക്കാറുണ്ട്. എങ്കിൽ നമുക്ക് അതിന് പകരം വയ്ക്കാവുന്ന ഒരു സിറപ്പാണ് അല്ലെങ്കിൽ ഒരു അരിഷ്ടമാണ് ഈ പറഞ്ഞ ബലാരിഷ്ടം. ഇത് 20 ml വെച്ചിട്ട് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് രാത്രി മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോൾ തന്നെ അതിന്റെ നല്ല രീതിയിലുള്ള എഫക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പയ്യെ തിന്ന പനയം തിന്നാന്ന് പറയുമ്പോൾ ആയുർവേദം പതുക്കെ എഫക്റ്റ് ചെയ്യുള്ളൂ, പക്ഷെ അത് ദീർഘകാലം നിലനിൽക്കും. ഇംഗ്ലീഷ് മരുന്നുകൾ അങ്ങനെയല്ല, ഇൻസ്റ്റന്റ് റിലീഫാണ്. അതിന് സൈഡ് എഫക്റ്റുകളും ഒരുപാട് ഉണ്ടാവും. സോ തുടർന്നും ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബൈ.